നമസ്കാരം. അയോധ്യ ധ്വജാരോഹണം സംബന്ധിച്ച പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എല്ലാ കാലത്തും നിലയുറപ്പിച്ച് അവരെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ച പാകിസ്ഥാന് ഇന്ത്യയോട് സംസാരിക്കാനുള്ള യാതൊരു ധാർമ്മിക അവകാശവുമില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പാകിസ്ഥാനെതിരെ തുറന്നടിച്ചു. മതഭ്രാന്ത് തലയ്ക്കു പിടിച്ച പാകിസ്ഥാൻ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏറ്റവും അധികം ആക്രമണങ്ങളുടെ ഒരു ചരിത്രമുള്ള പാകിസ്ഥാന് ഇത്തരത്തിൽ ഇന്ത്യയോട് സംസാരിക്കാൻ യാതൊരു അവകാശവുമില്ല, ഇസ്ലാംവാദിന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ യാതൊരു അവകാശവുമില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. കപടമായ വാദഗതികൾ ഉയർത്തുന്നതിന് പകരം അവരവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ സിംഗ് ആവർത്തിച്ചു. പാകിസ്ഥാന്റെ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായും അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കളഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ അന്യമതങ്ങളെ അടിച്ചമർത്തുന്നതും ന്യൂനപക്ഷങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നതുമായ പേരിൽ ഏറെ കളങ്കിതമായ രാജ്യമാണ്. അവരാണ് ഈ രീതിയിൽ സാരോപദേശം നടത്താൻ വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് മറുപടി പറയാൻ അധികം താമസിച്ചില്ല. കാരണം അത്ര ക്രൂരമായ രീതിയിലാണ് പാകിസ്ഥാൻ ഇതര മതങ്ങളെ ആക്രമിച്ചത്. അവരുടെ പെൺമക്കളെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുക, അവരെ പീഡനത്തിന് ഇരയാക്കുക, വസ്തുക്കൾ കൊള്ളയടിക്കുക, അങ്ങനെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ധാരാളം ഹിന്ദു സമൂഹം അവിടെ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് വന്നിട്ടുണ്ട്. അവർ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഭാരതത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം, സിഖ് സമൂഹം അഭിമുഖീകരിക്കുന്നത് വളരെ വളരെ വന്യമായിട്ടുള്ള പീഡനങ്ങളാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ ഒരു ന്യൂനപക്ഷ ആക്രമണങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, അവരുടെ ഒരു നിജസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാൽ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും ക്രൂരമായിട്ട്, ഇത്രയും വന്യമായിട്ട് ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച രാജ്യം തന്നെ വിരളമായിരിക്കും. അത്രയേറെ ഭയാനകമായ രീതിയിലാണ് ആക്രമണം നടത്തിയത്. ഒരുപക്ഷെ ഈ അടുത്ത സമയങ്ങളിൽ എപ്പോഴോ വിവാഹം കഴിക്കാൻ പോയ ഒരു പെൺകുട്ടിയെ അവളുടെ വിവാഹ വേദിയിൽ നിന്ന് തന്നെ അവളെ പിടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ എന്തു വേണമോ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കാമെന്ന അവസ്ഥയാണ്. അത് ഏത് മേഖലയിലെടുത്താലും, ഇപ്പോൾ ക്രിക്കറ്റിൻ്റെയൊക്കെ മേഖലയിലെടുത്താൽ ഡാനിഷ് കനേരിയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു ഇടങ്ങളിൽ നല്ലൊരു സ്ഥാനം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മതം മാറണം, ഇല്ലെങ്കിൽ രണ്ടാം തര പൗരന്മാരായിട്ട് ജീവിക്കണം. അത്തരത്തിൽ തന്നെയാണ് ഇപ്പം ഇസ്ലാമിക നിയമങ്ങൾ ഉള്ള ഒരു രാജ്യത്തിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇസ്ലാമായി മതപരിവർത്തനം ചെയ്യാം, ഇല്ല എങ്കിൽ ഇസ്ലാമിക രീതിയിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് അവിടെ ജീവിക്കാം, അടിമകളെ പോലെ. ആ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളെ കാണുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളോട് പാകിസ്ഥാന് ഭയങ്കരമായ ഒരു സ്നേഹമൊക്കെ തോന്നുന്നത്. നോക്കൂ, എത്ര ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഭൂരിപക്ഷ ജനതയായ ഇസ്ലാം തന്നെ അവിടുത്തെ ആ ജനത ജീവിക്കുന്നതിനേക്കാൾ വളരെ അന്തസ്സായിട്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം സമൂഹം ജീവിക്കുന്നത്. ഇന്ത്യയിൽ എത്ര അഭിമാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ചില ഇടങ്ങളിൽ ചില ഭീകരമായ ചിന്താഗതികൾ വച്ചു പുലർത്തുന്നവർ ഇന്ത്യക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം ഇന്ത്യയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഭാരതത്തിൽ ഓരോ ഇസ്ലാമും ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ യാതൊരു തരത്തിലുള്ള ഒരു അവകാശങ്ങൾക്കും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, നിരവധി തരത്തിലുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും ഇന്ത്യയിൽ ഇസ്ലാമിനുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നൊരു അവകാശം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അപൂർവം രാജ്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അത്രമാത്രം പ്രിവിലേജ്ഡ് ആയിട്ടാണ്, അത്രമാത്രം അവകാശങ്ങളോടുകൂടിയാണ് അവരിവിടെ ജീവിക്കുന്നത്. അവരോടാണ് പറയുന്നത്, നിങ്ങളെ അടിച്ചമർത്തിയതിനു ശേഷമാണ് അയോധ്യയിൽ ഇപ്പോൾ ഒരു പതാക ഉയർത്തിയത് എന്ന്. 500 വർഷം നീണ്ടു നിന്ന ആ അടിമത്വത്തെ വലിച്ചെറിഞ്ഞതാണ് ഈ രാഷ്ട്രം. ആ അടിമത്തത്തെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞ ശേഷമാണ് അവിടെ ഒരു ഭവ്യമായ പതാക ഉയർത്തിയത്. അത് ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ്. കാരണം രാമൻ എന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ചിഹ്നമാണ്. അത് കേവലം ഏതെങ്കിലുമൊക്കെ മതങ്ങളുടെ മാത്രം ഈശ്വരൻ എന്നതല്ല, മറിച്ച്
ഈ രാമൻ എന്നത് ഇന്ത്യയുടെ മുഴുവൻ സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ്. അങ്ങനെയുള്ള രാമൻ്റെ ജന്മഭൂമിയിൽ, രാമജന്മഭൂമിയിൽ ഭവ്യമായ ഒരു ക്ഷേത്രം എന്നുള്ളത് ഭാരതീയതയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. അവൻ ആ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഭാരതീയതയിലേറെ താല്പര്യമുള്ള, ഭാരതീയ സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന കെ മുഹമ്മദ് എന്ന പുരാവസ്തു ഗവേഷകൻ ആയിട്ടുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഈ ഭാരതത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം വരിക എന്നത് ഹിന്ദുവിനൊപ്പം തന്നെ ഇസ്ലാമിനും കൂടെ ആഗ്രഹം ഉള്ള ഒരു കാര്യമാണ് എന്ന്. പക്ഷേ ഇതിനെ തുരങ്കം വയ്ക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ഇടതുപക്ഷ ചരിത്രകാരന്മാർ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ഭവ്യമായ ഒരു ക്ഷേത്രം വരികയും, ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി ഇപ്പോൾ പൂർണ്ണമായും ആ ക്ഷേത്രം പൂർത്തീകരിച്ചു. അവിടെ പതാക ഉയർത്തിയോടുകൂടി ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തിയായി. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ദക്ഷിണ ഭാരതത്തെയും ഉത്തര ഭാരതത്തെയും എല്ലാ വർണ്ണങ്ങളെയും ഒരുമിപ്പിച്ച് സംഗമിക്കുന്നത് അയോധ്യയിൽ. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം, ആ സങ്കല്പത്തിന് ആ ക്ഷേത്രത്തിനെതിരെയാണ് പാകിസ്ഥാൻ്റെ ഈ ഒരു തരത്തിലുള്ളൊരു വിമർശനം എന്നതിനപ്പുറം ഒരു അവഹേളനം. അത് ഒരിക്കലും ഭാരതം പൊറുക്കില്ല. അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി തന്നെയാണ് ഭാരതം നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ കപടമായ പ്രസംഗങ്ങൾ നടത്തുന്നതിന് പകരം സ്വന്തം രാജ്യത്തിലേക്ക് നോക്കിയാൽ മതിയെന്നും നിങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കാണാൻ കഴിയുമെന്നും പാകിസ്ഥാന് നേരെ അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ കണ്ണ് തുറന്നു നോക്കണം പാകിസ്ഥാൻ, എങ്കിലേ അത് നിങ്ങളുടെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, നിങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കാണാൻ കഴിയൂ. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പതാക ഉയർത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ ഈ രീതിയിലുള്ള പ്രസ്താവന. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിയതിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ് അയോധ്യ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. പാകിസ്ഥാന് നാണമുണ്ടോ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ, നേരത്തെ മുൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഇതര മതസമൂഹങ്ങളെ ആക്രമിക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്താനായിട്ട്? ചൊവ്വാഴ്ചയാണ് നരേന്ദ്രമോദി അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ശിഖറിൽ ആചാരപരമായി കാവ്യപതാക ഉയർത്തിയത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ പ്രതീകമായിട്ടായിരുന്നു പതാക ഉയർത്തിയത്. അയോധ്യയിലെ പുണ്യസ്ഥലമായ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ പതാക ഉയർത്തൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും ആനന്ദകരമായ അനുഭവമായിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുത്തു. നമ്മുടെ ജീവൻ നഷ്ടമായാൽ പോലും വാക്ക് പാലിക്കാൻ ഈ പതാക നമ്മെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.